ഹലോ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 7ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് കേട്ടോ. മക്കൾ ആവശ്യപ്പെട്ട പ്രകാരം 7ാം ക്ലാസ്സിൻ്റെ ഫുൾ സബ്ജക്റ്റും ക്ലാസ് എടുത്ത് വിടുന്നുണ്ട്. ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം നമുക്ക് USS ക്ലാസ് തുടങ്ങാം കേട്ടോ. നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരാണ് സാഫ് സഫായി മേ അവൽ ഗാവ്. സാഫ് സഫായി എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള, അവൽ ഒന്നാമത്തെ, ഗാവ് ഗ്രാമം. ഇത് ഒരു ലേഖനമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ച്, മേഘാലയയിലെ ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് പാഠഭാഗം വായിക്കാം, അതിനുശേഷം നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. ഏഷ്യ കാ സബ്സെ സാഫ് സുതര ഗാവ് മാവലിന്നോങ് മേഘാലയ മേം ഹെ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മാവലിന്നോങ് മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. साल 2003 में इस गाँव को एशिया के सबसे साफ सुथरे गाँव के तौर पर चुना गया. എന്നാൽ വർഷം 2003 ഈ ഗ്രാമത്തെ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി തിരഞ്ഞെടുത്തത്. ഹസാർ എന്നാൽ 1000, 2000 2003 2003. ചുനാഗയ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. നെക്സ്റ്റ്, इस गाँव की सबसे बड़ी खासियत यह है कि यहाँ की सारी साफ सफाई गाँव वालों खुद ही करते हैं. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഗ്രാമവാസികൾ തന്നെയാണ് എല്ലാ ശുചീകരണ ജോലികളും ചെയ്യുന്നു എന്നതാണ്. ഖാസിയത്ത് സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത. ഗാവ് വാലോ ഗ്രാമവാസികൾ. സ്വച്ഛത കെ ലിയെ യഹാം കെ ലോഗ് किसी तरह से प्रशासन पर निर्भर नहीं है. സ്വച്ഛത ശുചിത്വം. ശുചിത്വത്തിന് വേണ്ടി അവിടെയുള്ള ആളുകൾ ഒരു തരത്തിലും ഭരണകൂടത്തെ ആശ്രയിക്കുന്നില്ല. ഖുദ് സ്വയം, ലോക് ജനങ്ങൾ, പ്രശാസൻ ഭരണം. ഇതാ ഈ കോളത്തിൽ ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. യഹാം ഗ്രാമവാലോം കി കോൺസി മനോഭാവ് പ്രകട ഹോത്തി ഹെ. ഗ്രാമവാസികളുടെ എന്ത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്? ഗാവ് കി സാഫ് സഫായി കിസി പ്രകാർ കെ പ്രശാസൻ പർ നിർഭർ നഹി ഹെ. ഗാവ് കി സഫായി അപ്ന കർത്തവ് മാൻതേ ഹെ. ഭരണകൂടത്തെ ആശ്രയിക്കുന്നില്ല, അവർ സ്വന്തമായിട്ടാണ് അവരുടെ ഗ്രാമത്തെ വൃത്തിയാക്കുന്നത്, ശുചിയാക്കുന്നത്. ഇസ് ചോട്ടെ സെ ഗാവ് മേ പ്ലാസ്റ്റിക് പൂരി തരഹ് സെ പ്രതിബന്ധിത് ഹെ. ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പ്രതിബന്ധിത് നിരോധിക്കുക. പൂരെ ഗാവ് മേ ജഗഹ് ജഗഹ് ബാംസ് സെ ബനേ ഹുയെ ഡസ്റ്റ്ബിൻ ലഗാ ഗയേ ഹേ. ഗ്രാമത്തിലുടനീളം മുള കൊണ്ടുള്ള ഡസ്റ്റ്ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബാംസ് മുള, ഡസ്റ്റ്ബിന്ന് അറിയാലോ അല്ലേ. മഹിള, പുരുഷ് और बच्चों समेत किसी भी गाँव वाले को अगर कहीं गंदगी नज़र आती है तो वे फौरन सफाई में लग जाते हैं. മഹിള, സ്ത്രീകൾ, പുരുഷന്മാർ, ബച്ചോം കുട്ടികൾ എല്ലാവരും ഒരുമിച്ച്, ഗ്രാമവാസികളെല്ലാവരും ഒരുമിച്ച് ഗ്രാമത്തിൽ എവിടെയെങ്കിലും അഴുക്ക് കണ്ടാൽ അപ്പോൾ തന്നെ ഫൗറൻ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ തുടങ്ങും. സഫായി വൃത്തിയാക്കുക. ഗന്ദഗി അഴുക്ക്. सफाई के प्रति उनकी जागरूकता का अंदाज़ा तुम इस बात से लगा सकते. ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ആ ഗ്രാമത്തിൽ അവിടെയുള്ള ആളുകളുടെ ശുചിത്വത്തെ, അവരുടെ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം നിങ്ങൾക്ക് അളക്കാൻ കഴിയും. സക്തേ ഹോ കി അഗർ സടക്ക് പെർ ചൽത്തേ ഹുയെ ഉൻഹെ കഹി. റോഡിലൂടെ നടന്നു പോകുമ്പോൾ, സടക്ക് റോഡിലൂടെ അതായത് തെരുവിലൂടെ നടന്നു പോകുമ്പോൾ, उन्हें कहीं भी कचरा नज़र आए तो वे पहले कचरे को डस्टबिन में डालते हैं. അവർ റോഡിലൂടെ അതായത് തെരുവിലൂടെ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും മാലിന്യം കണ്ടാൽ ആദ്യം അവർ അത് ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുകയും ഫിർ ആകെ ബഡ്തേ ഹെ, പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇത് നമുക്ക് മനസ്സിലാക്കാം അവരുടെ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം അല്ലേ. യഹാം ലോഗ് അപ്നെ ഘർ സെ നികൽനെ വാലെ കൂടെ കച്ചറേക്കോ ബി ഡസ്റ്റ്ബിൻ മേ ജമാ കർത്തേ ഹെ. അതുപോലെ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ വീട്ടിൽ നിന്നുള്ള എല്ലാ വേസ്റ്റുകളും, എല്ലാ കച്ചറകളും ഡസ്റ്റ്ബിന്നിൽ ശേഖരിച്ചു വെക്കുന്നു.
और फिर उसे एक जगह इकट्ठा कर खेती के लिए घात की तरह इस्तेमाल करते हैं. അതിനുശേഷം അത് കൃഷിക്ക് വളമായി ഉപയോഗിക്കുന്നു. അടുത്ത പാരഗ്രാഫ്. ഐസെ കഹാ ജാത്താ ഹെ കി, ഇങ്ങനെ പറയപ്പെടുന്നു. 103 സാൽ പഹലെ ഇസ് ഗാവ് കെ, 130 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ ഹൈജെ കി ബീമാരി, കോളറ എന്ന രോഗം നെ പൂരി തരഹ് ജഗഡ് ലിയാത, വളരെ മോശമായി പടർന്നിരുന്നു. ജഗഡ് പടരുക. മെഡിക്കൽ സുവിധ ന ഹോനെ കി വജഹ് സെ ഇസ് ബീമാരി, മെഡിക്കൽ സൗകര്യം, ആശുപത്രി സൗകര്യങ്ങൾ ഇല്ലാത്തത് കാരണം ഇസ് ബീമാരി സെ ചുട്കാര, ഈ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ പാനേക്ക ഏകമാത്ര ഉപായിത സഫായി കർണ, അതായത് ഈ രോഗത്തിൽ നിന്ന്, ഈ കോളറ എന്ന രോഗത്തിൽ നിന്ന് മോചനം നേടാൻ, മുക്തി നേടാനുള്ള ഏക മാർഗം ശുചിത്വമായിരുന്നു. സഫായി, ശുചിത്വം. ഗാവ് കെ ലോഗോം കാ മനാനാ ഹെ, ഗ്രാമത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഹമാരെ പൂർവജോംനെ കഹാദ, അവരുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ടെന്ന്. പൂർവജോം, പൂർവികർ. कि तुम सफाई के जरिए की गूद को बचा सकते हो, സ്വയം രക്ഷിക്കാനുള്ള ഏക മാർഗം ശുചിത്വമാണെന്ന്. ഫിർ ജാഹെ വഹ് ഗാന ഹോ, ഗർ ഹോ, ജമീനെ ഹോ, ഗാവ് ഹോ, യാ ഫിർ അപ്ന ശരീർ ഹി ക്യോ ന ഹോ സഫായി ജരൂരി ഹേ. എവിടേക്ക് വൃത്തി വേണം? ഗാന ഭക്ഷണത്തിൽ, ഗർ വീട്, ജമീന നിലം, അതായത് മണ്ണിൽ, നമ്മുടെ നിലത്ത്, ഭൂമിയിൽ, ഗാവ് ഗ്രാമത്തിൽ, ഫിർ അപ്ന ശരീർ സ്വന്തം ശരീരത്തിലും, ക്യോന്ന ഹോനെ സഫായി ജരൂരി ഹേ, എവിടെയായാലും ശുചിത്വം നിർബന്ധമാണ്. ജരൂരി നിർബന്ധം അല്ലെങ്കിൽ അത്യാവശ്യം. ഇതാ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. ജീവൻ മേ നീരോഗ് രഹിനെ കെ ലിയെ സഫായി അലാവ ക്യാ ക്യാ ഉപായ് ഹേ, ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്താൻ ശുചിത്വത്തിന് പുറമെ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത്? പൗഷ്ടിക ഭോജൻ ഖാന, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക. വ്യായാം കർണ, വ്യായാമം ചെയ്യുക. സാഫ് പാനി പീന, ശുദ്ധമായ വെള്ളം കുടിക്കുക. നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി നോക്കാം. मान ले मावलिन्योंग गाँव में पर्यटन आता है, वहाँ सूचना पढ़े वह कैसा होगा. മാവലിന്യോങ് ഗ്രാമത്തിൽ വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. ഇവിടെ താഴെ തന്നിട്ടുള്ള സൂചനാ ബോർഡ് പൂർത്തിയാക്കണം. എങ്ങനെ ചെയ്യാം? ഇതാ, കച്ചറ ഡാൽനെ കെ ലിയെ ഡസ്റ്റ്ബിൻ കാ ഇസ്തേമാൽ കരേ. നെക്സ്റ്റ്, പുനർചക്രമൺ സെ പ്രകൃതി കാ ബോझ കം ഹോ ജാത്താ ഹേ. ചർച്ച കർണെ പുനർചക്രം കി സൂചി തയ്യാർ കരേ. ഇവിടെ പറയുന്നത് റീസൈക്ലിംഗ്, പാഴ് വസ്തുക്കൾ വീണ്ടും പുനരുൽപ്പാദിപ്പിക്കുക, പുനരുപയോഗിക്കുന്നതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ്. രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കൂടെ കച്ചറോംസേ, മാലിന്യത്തിൽ നിന്നുള്ള കമ്പോസ്റ്റ്, അതെന്താണ്? ഗാത്ത്, വളം. നെക്സ്റ്റ്, ഇസ്തേമാൽ കെ ലിയെ പ്ലാസ്റ്റിക് സേ, ബോതൽ, കുപ്പി അല്ലേ. കാഗജ് സേ, കാഗജ് എന്നാൽ പേപ്പർ, വേസ്റ്റ് പേപ്പർ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക? കാഗജ് പേപ്പർ ഉണ്ടാക്കുക. അതുപോലെ പേപ്പർ ഫൂല് ഉണ്ടാക്കുക, കാഗജ് ഫൂലൊക്കെ ഉണ്ടാക്കുക അല്ലേ. നെക്സ്റ്റ്, നാരിയൽ ക ചിൽക്കേസേ, നാരിയൽ നാളികേരം, നാളികേരത്തിൻ്റെ ചകിരി കൊണ്ട് റസ്സി, കയറുണ്ടാക്കാം. പുരാന കപ്പടേസേ, പഴയ വസ്ത്രങ്ങൾ കൊണ്ട് കാർപ്പറ്റ്. നെക്സ്റ്റ്, സാർത്ഥക വാക്യ ബനായെ, അവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതിന് അർത്ഥമുള്ള വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, എഴുതിയ റെഡി അല്ല അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? സാഫ് സഫായി ഹമാര ദായിത്വ ഹേ, പോലെയാണ് എഴുതേണ്ടത്. ഓരോ വാക്കിനും ഗ്യാപ്പ് വേണം. സ്വച്ഛത നഹി രഹേങ്കെ തോ സ്വസ്ഥ നഹി ഹോഗേ, ശുചിത്വം പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകില്ല. തൻഹോ യാ മൻ സഫായി ജരൂരി ഹേ, ശരീരമായാലും മനസ്സായാലും ശുചിത്വം അത്യാവശ്യമാണ്. മക്കൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ. ഇനി USS ക്ലാസ്സിന് പുറമെ 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങൾ ക്ലാസ് എടുത്ത് വിടണമെന്നുണ്ടെങ്കിൽ മക്കളൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. GK ക്ലാസ്സുകളും LSS ക്ലാസ്സുകളും നൽകുന്നതായിരിക്കും. അതിന് പുറമെ 7ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ മക്കളൊന്ന് അറിയിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ്, നാരാ ഗീത് കോ ആകെ ബഡായേ,
മുദ്രാവാക്യഗാനം തുടരുക. സ്വച്ഛ് രഹേ തും സ്വസ്ഥ് ബനോ പ്രകൃതി കോ തും അപ്നാ ലോ ഹരിയാലി കാ ഗീത് രജോ തും ശുദ്ധ് ഹവാ കോ അപ്നാ ലോ. ഉണ്ടാവാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വൃത്തി വേണം അല്ലേ? അപ്പം നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം അല്ലേ? ശുദ്ധമായി ലഭിക്കണമെങ്കിലൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത് എങ്ങനെ എഴുതാം? പ്രകൃതി കാ രക്ഷ ഹമാരി സുരക്ഷ ഇന്ന ഡാലേ കച്ചറ ഇതർ ഉദർ. പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് നമ്മുടെ സുരക്ഷ അല്ലേ? മാലിന്യങ്ങൾ അവിടെയും ഇവിടെയും വലിച്ചെറിയരുത്. ഇസ്തേമാൽ കരേ കൂടേദാൻ കാ ബച്ചായേ ഹം അപ്പിനെ തന്മൻ കോ. നമ്മൾ ചപ്പുചവറുകളൊക്കെ ഇടാൻ ഡസ്റ്റ് ബിന്നുകൾ ഉപയോഗിക്കുക. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും രക്ഷിക്കുക. പഠിച്ചു വെക്കണം കേട്ടോ. പ്രകൃതിക്ക് രക്ഷ ഹമാരി സുരക്ഷ. കാരണം നിങ്ങൾക്കിത് മുദ്രാവാക്യമല്ലാതെ പ്രകൃതിയെ പറ്റിയിട്ട് എന്തെങ്കിലും 2 വാക്ക് എഴുതാൻ പറഞ്ഞാലും അത് ഉപയോഗിക്കാം. നെക്സ്റ്റ് പോസ്റ്റർ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സന്ദേശ് വാക്യ ചോടുക്ക് പരിസ്ഥിതി കാ സംരക്ഷൺ പെർ പോസ്റ്റർ. ഡിജിറ്റൽ പോസ്റ്റർ ബനായേ. ഏതെങ്കിലും പോസ്റ്റർ ഉണ്ടാക്കുക. പോസ്റ്റർ ഉണ്ടാക്കാൻ മക്കൾക്ക് അറിയാമല്ലോ അല്ലേ? ഫസ്റ്റിലൊരു കോളം വരയ്ക്കുക. കോളത്തിൻ്റെ സൈഡിലായിട്ട് ചിത്രം വരക്കണം കേട്ടോ. ചിത്രത്തിന് നന്നായിട്ട് കളർ നൽകണം. സൈഡിലായിട്ടോ നടുവിലായിട്ടോ നമുക്ക് നൽകാനുള്ള സന്ദേശം എഴുതണം. സന്ദേശത്തിന് കളർ നൽകരുത്. വായിക്കാൻ നമുക്ക് മനസ്സിലാവണം. 1-2 വാക്കുകളിൽ ഒതുങ്ങണം. കൂടുതലായിട്ട് പാരഗ്രാഫ് എഴുതാൻ പാടില്ല കേട്ടോ. ഇതാ പരിസ്ഥിതി ഹമാരി ജാൻ ഹേ. പരിസ്ഥിതി നമ്മുടെ ജീവനാണ്. പരിസ്ഥിതി കാ സംരക്ഷൺ ഹമാര കർത്തവ്യ ഹേ. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓണം എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയാലേ, അതായത് ഫസ്റ്റ് ടൈം എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയാലേ നമുക്ക് USS എഴുതാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം നമ്മുടെ ചാനലിലൂടെ USS ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.